പറയാം. ശ്രീ ഡി സുരേഷ് കുമാർ ഇവിടെ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ശ്രീകുമാർ പറഞ്ഞു നിർത്തിയത് അവിടെ ഇന്ത്യൻ ലോയേഴ്സ് കോൺഗ്രസ് ശുപാർശ ചെയ്ത ലിസ്റ്റിലുണ്ട് ഈ ആരോപണ വിധേയരായവർ. മാത്രമല്ല അവരുടെ രാഷ്ട്രീയം നോക്കിയല്ല നിയമനങ്ങൾ നടത്തേണ്ടത് എന്നുള്ള വി.ഡി. സതീശന്റെ തീരുമാനത്തെ താങ്കൾ എങ്ങനെ കാണുന്നത്? മാതൃകാപരമായ തീരുമാനമാണോ? അതേസമയം മറുവശത്ത് ഉദ്ദിഷ്ടകാലത്തിന് ഉപകാര സ്മരണ എന്ന് നിരന്തരമായി ഈ ജീവൻ രക്ഷാപ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ആരോപണങ്ങൾ ഉന്നയിച്ച മുൻപത്തെ പ്രതിപക്ഷം ഇപ്പോൾ ഭരണപക്ഷത്ത് എത്തുമ്പോൾ അവിടെ ചോദ്യങ്ങൾ മാധ്യമങ്ങൾ ചോദിക്കുമ്പോൾ അതിനോട് മറുപടി പറയാതെ കണ്ണടയ്ക്കുന്നത് ന്യായമാണോ? ഈ ഉപജാപക സംഘം മുൻ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഉണ്ടായിരുന്നുവെന്ന് നിരന്തരം ആരോപിച്ചവർ തന്നെ ഇപ്പോൾ അത്തരമൊരു സംശയത്തിലേക്ക് വരുന്നുണ്ടെങ്കിൽ അതിന് സ്വാഭാവികമായും ഒരു ക്ലാരിറ്റി വരുത്തേണ്ട ഉത്തരവാദിത്തം കൂടി ഭരിക്കുന്നവർക്കില്ലേ? മാധ്യമങ്ങൾ ചോദിക്കുമ്പോൾ അത് അറിയിക്കുമ്പോൾ അറിഞ്ഞാൽ മതി എന്ന് പറയുന്നതാണോ ശരിയായ രീതി? അല്ല, ഇവിടെ ചോദിച്ച ചോദ്യങ്ങൾക്കെല്ലാം തന്നെ ഞാൻ ആൻസർ ചെയ്യാം. അതിനു മുൻപ് ഒരു കാര്യം, ശ്രീകുമാർ സാറ് പറഞ്ഞൊരു കാര്യത്തോട് കടുത്ത വിയോജിപ്പ് ഞാൻ ആദ്യമേ തന്നെ ഇവിടെ പറയട്ടെ. അതിലൊന്ന്, അദ്ദേഹം വരികൾക്കിടയിലൂടെ ശ്രദ്ധിക്കാതെ പറഞ്ഞതാണോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. വിദ്യാർത്ഥികൾ വിദ്യാഭ്യാസ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് മാത്രം അഭിപ്രായം പറഞ്ഞാൽ മതി, മറ്റൊരു കാര്യത്തിലും അഭിപ്രായം പറയേണ്ടതില്ല എന്നൊരു ഒരു വരി അദ്ദേഹം പറഞ്ഞു പോവുകയുണ്ടായി. സ്വാതന്ത്ര്യാനന്തര കാലം മുതൽ ഇന്ത്യയിൽ കേരളത്തിൽ ഒക്കെ വിദ്യാർത്ഥികൾ വിദ്യാഭ്യാസ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടല്ല, അതിനപ്പുറത്തേക്ക് തങ്ങൾ അഭിമുഖീകരിക്കുന്ന അല്ലെങ്കിൽ തങ്ങൾ അഡ്രസ്സ് ചെയ്യുന്ന പൊതുസമൂഹത്തിൽ നിലനിൽക്കുന്ന വിഷയങ്ങളെ സംബന്ധിച്ച് അഭിപ്രായം പറയുകയും സമരരംഗത്ത് വരികയും ഒക്കെ ചെയ്തൊരു പശ്ചാത്തലം കേരളത്തിനും ഇന്ത്യക്കുമുണ്ട്. അത് മറന്നുകൊണ്ട് താങ്കളെപ്പോലുള്ള വളരെ പ്രതിഭാതരായിട്ടുള്ള മാധ്യമപ്രവർത്തകർ പോലും ഇങ്ങനെ അഭിപ്രായം പറയുന്നത് തങ്ങൾ കൈകാര്യം ചെയ്യുന്ന രാഷ്ട്രീയം വളരെ പരിമിതമായ ഇടങ്ങളിലേക്ക് ചുരുങ്ങുമ്പോൾ അതിന് എല്ലാ വിധത്തിലുള്ള ഒത്താശ ചെയ്തു കൊടുക്കുന്ന ഒരു തരത്തിലേക്ക് തങ്ങളുടെ അഭിപ്രായഗതിയെയും മാറ്റി തീർക്കുന്നതിന് സമമായിട്ടാണ് ഈ അഭിപ്രായ പ്രകടനം ഇവിടെ നടത്തിയതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇവിടെ ചോദിച്ച കുറേ കാര്യങ്ങളുണ്ട്. ഇവിടെ പ്ലീഡർ നിയമനവുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള ചില പ്രശ്നങ്ങൾ, ആ പ്രശ്നങ്ങളെന്ന് പറയുന്നത് ഇപ്പോൾ അതാ നോക്കൂ, അവിടെ ഒരു കമ്മ്യൂണിസ്റ്റുകാരനാണ്, തൊട്ടപ്പുറത്ത് നോക്കൂ അവിടെ ഒരു BJP കാരനുണ്ട് എന്നൊക്കെ നിലയിലുള്ള പോഷക സംഘടനകളുടെ കോൺഗ്രസിനകത്ത് നിന്ന് തന്നെ ഉയർന്നു വരുന്ന ആക്ഷേപങ്ങളെന്ന് പറയുന്നത് ഇതിലെല്ലാം നടക്കുന്ന വ്യാപകമായിട്ടുള്ള അഴിമതിയും സ്വജനപക്ഷപാതവുമാണ്. ഇപ്പോൾ ഇന്നലെ തന്നെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഇത് വിശദീകരിക്കുന്നതിന് വേണ്ടിയിട്ടൊരു വാർത്താ സമ്മേളനം നടത്തി. അദ്ദേഹം സത്യത്തിൽ നടത്തിയിട്ടുള്ളത് വളരെ വലിയ സത്യപ്രതിജ്ഞാ ലംഘനമാണ്. ഈ നിയമനങ്ങൾക്കകത്തൊക്കെ തന്നെ ഇപ്പോൾ പറയാറുണ്ട്, ഇപ്പോൾ പൊളിറ്റിക്കലി നിൽക്കുന്ന ആളുകളെയൊക്കെ തന്നെ ഇത്തരത്തിലുള്ള പോസ്റ്റുകളിലേക്ക് കൺസിഡർ ചെയ്യുമ്പോൾ പോലും അതിനകത്ത് ഒന്നാമത്തെ പ്രയോറിറ്റി എന്ന് പറയുന്നിട്ടുള്ളത് എന്ന് മുഖ്യമന്ത്രി പറയുമ്പോൾ അത് KSUവിനെ ആക്രമിക്കാൻ വേണ്ടിയിട്ടാണ്. KSUവിന് ഇവിടെ എന്ത് കാര്യം എന്ന് ചോദിച്ചുകൊണ്ട് അദ്ദേഹം പറയുമ്പോൾ അദ്ദേഹം നടത്തിയിരിക്കുന്നത് ഏറ്റവും വലിയ സത്യപ്രതിജ്ഞാ ലംഘനമാണ്. കാരണം ഭരണഘടനയെ തൊട്ട് സത്യം ചെയ്യുന്ന ഒരാൾ സ്വജനപക്ഷപാതം നടത്താൻ പാടില്ല എന്ന് പറയുകയും മറുവശത്ത് ലോയേഴ്സ് കോൺഗ്രസിൻ്റെ ലിസ്റ്റ് അപ്പടി അംഗീകരിച്ച് നിയമനം നടത്തിയിരിക്കുകയും ചെയ്യുകയാണെന്ന് അദ്ദേഹം തന്നെ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നതെന്ന് പറയുകയാണ്. അപ്പോൾ ഇതിനെതിരായി മറ്റ് പോഷക സംഘടനകൾ ഉണ്ടാക്കിയെടുക്കുന്ന അഭിപ്രായ വ്യത്യാസമെന്ന് പറയുന്നത് ഇതിനകത്ത് കടന്നുകൂടിയിട്ടുള്ള ചില പ്രശ്നങ്ങളാണ്. അത് കോൺഗ്രസിനകത്തെ ചീഞ്ഞളിഞ്ഞ ഗ്രൂപ്പ് രാഷ്ട്രീയമാണ്. ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് കടക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നില്ല, അത് നമുക്ക് സമയവും തികയില്ല. അപ്പോൾ ചില ആളുകൾ വന്നിട്ടില്ല, ചില ആളുകൾക്ക് അംഗീകരിക്കപ്പെടാതെ ഇവിടെ ചില അധികാര സ്ഥാനങ്ങൾ കിട്ടിയിട്ടുണ്ട് എന്ന രൂപത്തിലൊക്കെ ഈ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് എല്ലാ കാലത്തും കോൺഗ്രസിൻ്റെ രാഷ്ട്രീയം കേരളത്തിൽ അധികാരത്തിൽ വരുന്ന സന്ദർഭങ്ങളിൽ ഇത്തരം കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. മുൻകാലങ്ങളിൽ ശ്രീ ഉമ്മൻചാണ്ടിയും ഒക്കെ കേരളം ഭരിക്കുമ്പോൾ ഇതേ പ്രശ്നം ഉയർത്തി മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നു നിന്ന് വലിയ വിമർശന ശരങ്ങൾ ചെയ്തയാളാണ് കേരളത്തിൻ്റെ ഇന്നത്തെ മുഖ്യമന്ത്രി. അന്ന് അദ്ദേഹം ഭരണത്തെ വിശേഷിപ്പിച്ച കാര്യങ്ങളൊക്കെ നമുക്ക് വളരെ നന്നായിട്ട് അറിയാം. ഉമ്മൻചാണ്ടിയുടെ ഭരണത്തെ എന്ത് തരത്തിലാണ് അദ്ദേഹം വിശേഷിപ്പിച്ചിട്ടുള്ളത്, ഏതൊക്കെ രൂപത്തിലുള്ള ആക്രമണങ്ങളാണ് നടത്തിയിട്ടുള്ളത്. അതിപ്പോൾ KC ജോസഫിനെതിരായിട്ടും മറ്റ് നേതാക്കന്മാർക്കുമെതിരായിട്ടൊക്കെ അദ്ദേഹം നടത്തിയിട്ടുള്ള ആക്രമണങ്ങൾ ദൂരദർശൻ്റെ പോലും ആർക്കൈവ്സിലുണ്ട്. അത് നമ്മൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. ഇപ്പോഴത്തെ പ്രശ്നമെന്ന് പറയുന്നത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ, അദ്ദേഹം പ്രതിപക്ഷത്തായിരുന്നപ്പോൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം അപ്പാടെ വിഴുങ്ങി ഒരിക്കലും ഒരു ഇൻ്റഗ്രിറ്റി ഉയർത്തിപ്പിടിക്കാൻ കഴിയാത്തൊരു നേതാവായി ഈ ചുരുങ്ങിയ കാലയളവിൽ അദ്ദേഹം സ്വയം താഴ്ന്നു പോയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത. എത്രയോ കാര്യങ്ങൾ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി പറ്റും. പ്ലീഡർ നിയമനം മാത്രമല്ല, ഇപ്പോൾ PM ശ്രീ നിങ്ങൾ നോക്കൂ, അദ്ദേഹം പറഞ്ഞത് എന്താണ്, നടപ്പിലാക്കാൻ ശ്രമിക്കുന്നത് എന്താണ്. അദ്ദേഹം മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ ക്യാബിനറ്റിൽ അദ്ദേഹത്തോടൊപ്പം ഇരിക്കുന്ന അദ്ദേഹത്തിൻ്റെ സഹമന്ത്രിമാർ ഇത് ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ പിറ്റേ ദിവസം എടുത്ത് പുറംകടലിലേക്ക് എറിയുമെന്ന് പറഞ്ഞയാൾ ഇപ്പം ബബ്ബ പറയുകയാണ് മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നു നിന്നുകൊണ്ട്. ഇത് കേരളത്തിൻ്റെ പൊതുസമൂഹം
സമൂഹം കാണുകയാണ്. അപ്പം അതുപോലെ തന്നെ പാവങ്ങൾക്ക് നൽകുന്ന വീടുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്കകത്ത്, അതുപോലെ തന്നെ പെൻഷൻ്റെ കാര്യത്തിലായിരുന്നാലും ശരി, ഈ യുവതികളുടെ അവർക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന സഹായവുമായിരുന്നാലും ശരി, ഇങ്ങനെ ഏത് കാര്യം എടുത്തു പരിശോധിച്ചാലും ശരി, ആ കാര്യങ്ങളിലെല്ലാം തന്നെ പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ നടത്തിയിട്ടുള്ള വാചക കസർത്ത് അത് പ്രാബല്യത്തിൽ വരുത്താൻ അധികാരത്തിൽ കയറി മുഖ്യമന്ത്രിയായപ്പോൾ അദ്ദേഹത്തിന് കഴിയുന്നില്ല. അപ്പോൾ എന്താണ് പ്രശ്നം? അദ്ദേഹത്തെ പിന്തുണയ്ക്കാൻ വേണ്ടി വന്നിരിക്കുന്ന ശ്രീകുമാർ സാറിനെ പോലുള്ള ആളുകൾക്ക് അവർക്കും ഇവിടെ കിടന്ന് ഈ ചെളിയിൽ കിടന്ന് ഉരുളേണ്ടി വരികയാണ് എന്നുള്ളതാണ് വിരോധാഭാസം. അത് താങ്കൾ പറഞ്ഞ ഈ വിദ്യാർത്ഥി പ്രശ്നങ്ങളിൽ മാത്രം ഇടപെട്ടാൽ മതി എന്ന് പറയുന്ന ആ രീതിയുണ്ടല്ലോ, അങ്ങനെയാണെങ്കിൽ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ തങ്കലിപികളായി എഴുതി ചേർക്കപ്പെട്ട വിദ്യാർത്ഥി നേതാക്കന്മാരുടെ പേരുകളുണ്ട്. അവർ നമ്മളിപ്പോൾ വിദ്യാഭ്യാസ കാര്യങ്ങളിൽ മാത്രം ഇടപെട്ടിരുന്നെങ്കിൽ നടക്കില്ലായിരുന്നു. ഇപ്പോൾ വീണ ജോർജുമായി, കേരളത്തിൻ്റെ മുൻ ആരോഗ്യവകുപ്പ് മന്ത്രിയായ വീണ ജോർജുമായി ബന്ധപ്പെട്ട് KSU നടത്തിയ സമരം വിദ്യാർത്ഥി പ്രശ്നവുമായി ബന്ധപ്പെട്ടല്ല. അത് കേരളത്തിൻ്റെ ആരോഗ്യ മേഖലയ്ക്കകത്ത് തങ്ങൾക്ക് ഇഷ്ടമല്ലാത്ത ചില കാര്യങ്ങൾ അല്ലെങ്കിൽ ജനഹിതമല്ലാത്ത ചില കാര്യങ്ങൾ നടക്കുന്നുവെന്ന് പറഞ്ഞ് KSU ആ സമരരംഗത്തേക്ക് വരികയാണ്. അതിൻ്റെ മെറിറ്റും ഡീമെറിറ്റും നമുക്ക് വേറെ ചർച്ച ചെയ്യാം. പക്ഷേ ഇങ്ങനെയൊക്കെ KSUവിനും SFIക്കും മറ്റ് വിദ്യാർത്ഥി സംഘടനകൾക്കും കേരളത്തിലും ഇന്ത്യയിലും ഒരു രാഷ്ട്രീയ പശ്ചാത്തലമുണ്ട്. ആ പശ്ചാത്തലത്തിൽ നിന്ന് മാറി നിൽക്കണം എന്നാണ് വ്യംഗ്യാർത്ഥത്തിലൂടെ ശ്രീകുമാർ സാറോട് ആവശ്യപ്പെട്ടത്. താങ്കൾ ഈ ചർച്ച കഴിയുന്നതിന് മുമ്പെങ്കിലും അതിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ അത് പിൻവലിക്കാനെങ്കിലും തയ്യാറാകണമെന്നാണ് എനിക്ക് താങ്കളോട് അഭ്യർത്ഥിക്കാനുള്ളത്.